അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അത് ഡയബറ്റിക്കാർക്കും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു. ഇത് നോക്കിയാൽ എന്തൊക്കെ സ്വീറ്റ്സ് ആണ്, ഇത് മൊത്തം സ്വീറ്റ്സും നട്ട്സും വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് പംകിൻ സ്കീനുണ്ട്, സ്വീഡുണ്ട്, പിന്നെ അല്ലാതെ ഇതുണ്ട്, എന്താ പറയുന്നത്, സൺഫ്ലവറിൻ്റെ ഉണ്ട്. പിന്നെ ഇത് നട്ട്സ്, വാൾനട്ട്, കാഷ്നട്ട്, എന്താ പറയുന്നത്, എല്ലാ നട്ട്സുകളും ഉണ്ട്. അപ്പം ഇതിനെ എല്ലാം കൂടെ ഇനി എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരാൾ ഈന്തപ്പഴം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് നന്നായിട്ട് പൊട്ടുന്ന വെച്ച കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊട്ടുന്ന രീതിയിൽ വാർത്തെടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഇതാ നമ്മുടെ വാൾനട്ട്, കാഷ്നട്ട്, ഈ പറഞ്ഞ നട്ട്സുകളെല്ലാം, എന്താ ബദാം എല്ലാം ഉണ്ട്, അതും കൂടെ നമുക്കിതുപോലെ വറുത്തെടുക്കണം. അത് കഴിഞ്ഞ ശേഷം ആണ് അടുത്ത പരിപാടി. അപ്പം നമുക്ക് ഇതും കൂടെ വറുത്ത് എടുക്കാം. അപ്പോൾ ഇത് നല്ല ശകലം പോലും വെള്ളം പറ്റിക്കാതെ, വെള്ളമില്ലാത്ത പാത്രത്തിൽ വേണം ഇതിനെ ഇനി പൊടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് സാധനം പൊടിച്ചെടുത്ത്, മറ്റേ പംകിനും സൺഫ്ലവറും എല്ലാം കൂടെ പൊടിച്ചെടുത്തു. ഇനി ബാക്കിയുള്ള നട്ട്സുകളെല്ലാം ഉണ്ട്, അപ്പോൾ അതിനെ കൂടെ നമുക്ക് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയുണ്ട്, ഈന്തപ്പഴത്തിൻ്റെ ഇത് പൊടിച്ചെടുത്ത ശേഷം കാണിക്കാനാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് നമ്മൾ മൊത്തം നല്ല ഉണങ്ങിയ പാത്രത്തിലൂടെ രണ്ടും പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചു. ഇനി പിന്നെ ഈ ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ട് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാലോട്ട് കുറച്ച് ബട്ടർ ഒഴിക്കണം. ബട്ടർ ഒഴിച്ചിട്ട് ഈ ഈന്തപ്പഴം അതിനകത്തെടുത്ത് ചാലിച്ചെടുത്തിട്ട് അതേ മിക്സിയിലെ ജാറിനകത്ത് നമുക്കൊന്ന് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കിതിനെ ബട്ടർ ചൂടായി വരുന്നുണ്ട്, ഈ ഈന്തപ്പഴം നമുക്ക് ചാലിച്ചെടുക്കാം. അപ്പം നമ്മുടെ ലഡുവിനുള്ള സാധനം എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാ നട്ട്സുകളും ഈന്തപ്പഴം അരച്ച് നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെ ഇനി ബോളുകളായിട്ട് പിടിക്കണം. ഓക്കെ, നമുക്കിനി ഇതിനെ ബോളായിട്ട് പിടിക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല 3 ലഡുവായി. അപ്പം നമ്മുടെ ലഡു നല്ല ആന ലഡു, ഹനുമാൻ ലഡു റെഡി. ഓക്കെ, ഹനുമാൻ ലഡു സൂപ്പർ കൊതി. അപ്പൊ ഇത് ചെറിയ ചൂടോടെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം ഇങ്ങനെ. നല്ല മധുരമുണ്ട്. എന്നിട്ട് ഉരുട്ടിയെടുത്തിട്ട് ചൂടാറിയ ശേഷം ഈ സാധനം നമ്മൾ ഫ്രിഡ്ജ് വെച്ച് വേണം സൂക്ഷിക്കാൻ വേണ്ടി. അല്ല, ഇങ്ങനെ ഇത് നല്ല ഉരുട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ മൊത്തം നമുക്ക് ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഫൈനലി നമ്മുടെ ലഡു, ഓൾ നട്ട്സ് ലഡു, ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ്, നല്ല സ്മെല്ല്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പം നമ്മളൊരു ബോക്സിലിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഇത് ഓവറായിട്ട് കഴിക്കരുത്. ഓവറായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൈജസ്റ്റിന് പ്രശ്നം വരും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.